Calculate the number of gram atom and gram mole in 25.4 milligram of iodine. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അറ്റോമിക് മാസ് ഓഫ് അയഡിൻ ഇസ് 127 U. ഓക്കെ, അതിൽ ഗ്രാം ആറ്റംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗ്രാം ആറ്റംസ് നമ്മൾ പറഞ്ഞു, ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും മോള് പോലെ തന്നെയാണ്. എത്രയാണോ മാസ് തന്നിട്ടുള്ളത് ആ മാസിനെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇവിടെ ഗ്രാമിൽ തരാത്തതുകൊണ്ട്, മാസ് ഇൻ ഗ്രാം എന്നാണ് നമ്മൾ ഡെഫിനിഷൻ പറയണത്. അപ്പം ഗ്രാമിൽ തരാത്തതുകൊണ്ട് മില്ലിഗ്രാം ആയതുകൊണ്ട് നമ്മൾ മില്ലിഗ്രാമിനെ ഗ്രാം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? മില്ലിഗ്രാമിനെ ഗ്രാം ആക്കാൻ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് ആയതുകൊണ്ടാണ് നമ്മൾ 127 എടുത്തത്. പക്ഷേ അയഡിൻ ഒരിക്കലും എന്നല്ലല്ലോ ഇരിക്കുക അല്ലേ? അയഡിൻ മോളിക്യൂളായിട്ട് ഇരിക്കുമ്പോൾ അയഡിൻ എപ്പോഴും എങ്ങനെയായിരിക്കുക? I2 എന്നാണ് ഇരിക്കുക അല്ലേ? അതാണ് രണ്ടാമത്തെ സെക്ഷൻ. ഓക്കെ, ഗ്രാം മോൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു മോൾ അയഡിൻ എന്ന് പറഞ്ഞാൽ I2 ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 25.4 × 10⁻³ 127 + 127 അല്ലേ? 254 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യത്തെ കേസ് 2 × 10⁻⁴ ഗ്രാം ആറ്റമാണ്. രണ്ടാമത്തത് 1 × 10⁻⁴ ഗ്രാം മോളിക്യൂളാണ്. ഓക്കെ, ഗ്രാം മോളിക്യൂൾ അല്ലെങ്കിൽ ഗ്രാം മോൾ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം. ആറ്റം എന്നാണോ പറയണത്, മോളിക്യൂൾ എന്നാണോ പറയണത്?